PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അതിൽ ഇംഗ്ലീഷും മലയാളവും വരുന്നത് LDCക്കാർക്ക് മാത്രമാണ്. മാത്സ് 2 പേർക്കും കോമൺ ആയിട്ട്. പിന്നെ രാത്രി 8 മണിക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഓരോ ടോപ്പിക് വൈസാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 2 റെക്കോർഡറും, അങ്ങനെ 4 ക്ലാസ്സുകളാണ് ഒരു ദിവസം നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സുകൾ കൂടാതെ നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള നോട്ട്സും PDF എല്ലാം ടെലിഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ്, ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിനെ അനുബന്ധിച്ചിട്ടുള്ള പോൾസ്, ഇതെല്ലാം ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ മാത്സിൽ നമ്മൾ നമ്പേഴ്സ് അല്ലേ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എണ്ണൽ സംഖ്യകൾ പഠിച്ചു, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ എന്നിങ്ങനെയുള്ള സംഖ്യകളൊക്കെ പഠിച്ചു. അപ്പോൾ ആ സംഖ്യകളുടെ ഭാഗത്ത് നിന്നും PSC ഇപ്പോൾ ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരേ മോഡലിലുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓരോ സംഖ്യകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തു. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യം, A+B is equal to 28, B+C is equal to 40, C+A is equal to 32 ആയാൽ A+B+Cയുടെ വില എത്രയാണ്? 2023 നടന്ന പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ A+B തന്നിട്ടുണ്ട്, നമുക്ക് B+C തന്നിട്ടുണ്ട്, C+A തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A+B+C കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണക്ക് അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് വരുന്നത്, നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എഴുതി വെക്കാം. A+B എന്ന് പറയുന്നത് 28 ആണെന്ന് തന്നിട്ടുണ്ട്. B+C എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. C+A എന്ന് പറയുന്നത് 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A+B+C കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ചെയ്യാം? A+B + B+C, B+C + C+A, C+A, ഇത് 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സംഖ്യകൾ നമ്മൾ കൂട്ടിയാൽ പോരെ. അതായത് 28 + 40 + 32 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതായത് ABC എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് നമ്മളാക്കി ആഡ് ചെയ്തു. അതേപോലെ ഇതിൻ്റെ തുകയെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി ആഡ് ചെയ്തു. അപ്പോൾ A+B + B+C + C+A എന്ന് പറയുന്നത് എന്താണ്? A+B എന്ന് പറഞ്ഞാൽ 28 + B+C എന്ന് പറഞ്ഞാൽ 40 + C+A എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ അത് 3 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ A+B + B+C + നമുക്കൊന്നുകൂടെ എടുത്ത് എഴുതാം. A+B + B+C + C+A is equal to 28ഉം 40ഉം 32ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40ഉം 30ഉം 70, 70 20ഉം 90, ദെൻ 10, 100 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ 100 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെയും ഒരു A ഉണ്ട്. അപ്പോൾ എത്ര A ഉണ്ട്? ഇതിൽ 2 A ഉണ്ട്. പ്ലസ് ഇവിടെ ഒരു B ഉണ്ട്, ഇവിടെയും ഒരു B ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2B + ഇവിടെയും ഒരു C ഉണ്ട്, ഇവിടെയും ഒരു C ഉണ്ട്. സോ 2C അല്ലേ. 2A ഉണ്ട് + 2B + 2C = 100 എന്ന് നമുക്ക് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടെ എല്ലായിടെയും 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ പുറത്തെടുത്തൂടെ. 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബ്രാക്കറ്റിൽ ബാക്കി എന്താ ഉള്ളത്? A+B+C ആണുള്ളത്. അപ്പോൾ A+B+C ആണുള്ളത് is equal to 100 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 2 × A+B+C is equal to 100.
അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താ? 100 ദേ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും = 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ശരിയായ മെത്തേഡ് ചെയ്യുന്നതിൻ്റെ. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? ഓപ്ഷൻ എ ആണ്, 50 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എ പ്ലസ് ബി = 28, ബി പ്ലസ് സി = 40, സി പ്ലസ് എ = 32 ഇങ്ങനെ തന്നിട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള രീതിയിൽ കാണാനായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുക. 28, 40, 32 ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ 100ൻ്റെ പകുതി എടുത്താൽ മതി. 100ൻ്റെ പകുതി എത്രയാ? 50. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് ചെയ്യുന്ന സമയം ലാഭം കിട്ടും. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എ പ്ലസ് ബി = 28, ബി പ്ലസ് സി = 40, സി പ്ലസ് എ = 32. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് മൂന്നും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റെപ്സ് നമ്മൾ എഴുതിയിട്ട് ചെയ്യണം. അതിൻ്റെ പകരം ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഉത്തരം എത്രയാ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 50. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ തുടർച്ചയായ 21 ഒറ്റസംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? അത് നമ്മൾ പഠിച്ചത് എന്താ? ആദ്യത്തെ തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ 1 മുതൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ഒറ്റസംഖ്യ 1 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ തുടർച്ചയായ 21 ഒറ്റസംഖ്യകളുടെ തുക തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒറ്റസംഖ്യകളുടെ തുക കാണാനായിട്ട് n² ആണ്. നമുക്ക് എത്ര ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം? 21 ഒറ്റസംഖ്യകളുടെ. അപ്പോൾ 21 ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 21ൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. 21ൻ്റെ സ്ക്വയർ എത്രയാ? 441. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ അറിയുന്നതാണ്. തുകയുടെ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാ. ഒറ്റസംഖ്യകളുടെ ഇക്വേഷൻ എന്താണ് തുക കണ്ടുപിടിക്കാൻ? n². ഓക്കെ, അടുത്ത ചോദ്യം. 1000ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും? 1000ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന്, ഇത് എല്ലാവർക്കും അറിയുന്നതാ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 10ൻ്റെ വർഗത്തിൽ എത്ര 0 ഉണ്ടെന്ന് ചോദിച്ചാൽ 10ൻ്റെ വർഗം നമ്മൾ എങ്ങനെയാണ് കാണുക? 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 അല്ലേ? നമ്മൾ എങ്ങനെയാണ് കാണുക? 10 × 10 കാണാനായിട്ട് 1 × 1 1. പിന്നെ ഇവിടെ 10ൻ്റെ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. സോ നമ്മൾ വർഗം എഴുതുമ്പോൾ 2 0 എഴുതും, 100 അല്ലേ? അതേപോലെ തന്നെയാണ് 100 × 100 എഴുതാൻ പറഞ്ഞാൽ, 100ൻ്റെ സ്ക്വയർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും? 1 × 1 1. പിന്നെ 100ൽ ഇവിടെയും 2 0, ഇവിടെയും 2 0. സോ നമ്മൾ 4 0 ഇടും അല്ലേ വർഗം കാണാൻ പറഞ്ഞാൽ? അതേപോലെ തന്നെയാണ് 1000ൻ്റെ വർഗം. 1000ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? 1000 × 1000 ആണ്. അപ്പോൾ 1 × 1 1, ഇവിടെ 3 0, ഇവിടെ 3 0. അപ്പോൾ ടോട്ടൽ എത്ര 0 വേണം? 6 0 വേണം നമ്മുടെ വർഗത്തിൽ. ഓക്കെ, അപ്പം നമ്മുടെ സംഖ്യയിൽ എത്ര 0 ആണോ അതിൻ്റെ ഇരട്ടി 0 ആയിരിക്കണം വർഗത്തിൽ വരേണ്ടത്. ഇപ്പോൾ ഇവിടെ 1000ൽ എത്ര 0 ഉണ്ട്? 3 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർഗത്തിൽ എത്ര 0 ഉണ്ടാവും? 3ൻ്റെ ഇരട്ടി 6 0 ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. 1 മുതൽ തുടർച്ചയായുള്ള കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മുതൽ തുടർച്ചയായുള്ള കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? തുകയാണ് തന്നിരിക്കുന്നത് അല്ലേ? തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താ? n². n² എന്ന് പറയുന്നത് 100 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്? എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n² നമുക്ക് തന്നിട്ടുണ്ട് 100. അങ്ങനെയാണെങ്കിൽ n കാണാൻ എന്ത് ചെയ്താൽ മതി? 100ൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? 100ൻ്റെ റൂട്ട് എത്രയാ? 10 അല്ലേ? 10ൻ്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ 100ൻ്റെ റൂട്ട് എത്രയാ? 10. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ 1 മുതൽ തുടർച്ചയായുള്ള കുറേ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തുക എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ? n². n² = 100 ആണ്. അങ്ങനെയാണെങ്കിൽ n കാണാൻ എന്ത് ചെയ്താൽ മതി?
100ന്റെ റൂട്ട് എടുത്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ച് എഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എങ്കിൽ സംഖ്യ ഏത്? ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ടക്ക സംഖ്യ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 4ഉം 5ഉം 45 എന്ന് പറയുന്ന രണ്ടക്ക സംഖ്യയാണ്. 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഇവിടെ 27, 2ഉം 7ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടും. 63, 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടും. 36, 3ഉം 6ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടക്ക സംഖ്യയിൽ രണ്ടും കൂടെ കൂട്ടിയാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 18 രണ്ടക്ക സംഖ്യയാണ്. 8ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള സംഖ്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അക്കങ്ങളെ തലതിരിച്ചെഴുതുമ്പോൾ, അതായത് ഇപ്പോൾ 18ന് തലതിരിക്കുക എന്ന് പറയുമ്പോൾ 81 എന്ന് എഴുതുക. ഓക്കെ, 45ന് തലതിരിച്ചാൽ 54 എന്ന് എഴുതുക. അപ്പം അങ്ങനെ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. എന്താ തന്നിരിക്കുന്നത്? ഇപ്പം 45ആണ് നമ്മൾ എടുക്കുന്ന സംഖ്യ എന്ന് വിചാരിച്ചോ. 45 അതിന് തലതിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് 54. അപ്പോൾ ഈ പുതിയ സംഖ്യ ഏതാ? പുതിയ സംഖ്യ തലതിരിച്ചെഴുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. 45ന്റെ കൂടെ 27 കൂട്ടിയാൽ നമുക്ക് 54 കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പോൾ അത് ശരിയാണോ? അല്ല. ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ സംഖ്യയോട് 27 കൂട്ടുമ്പോഴാണ് 54 കിട്ടുന്നത് എന്നല്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? യെസ്. അപ്പോൾ അത് തെറ്റാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 27 വരുന്നില്ല. അടുത്തത് 27 എന്ന് പറയുന്ന സംഖ്യ തന്നിരിക്കുന്നത് 27 ആണെങ്കിൽ അതിനെ നമ്മൾ തലതിരിച്ച് എഴുതി നോക്കുക. 72. ഇവ തമ്മിലുള്ള വ്യത്യാസം 27 ആണോ നോക്കുക. ഓക്കെ, ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണോ? 72. 27ന്റെ കൂടെ 27 കൂട്ടിക്കഴിഞ്ഞാൽ 72 കിട്ടുമോ? ഇല്ല അല്ലേ? 27ന്റെ കൂടെ പിന്നെയും കൂട്ടണം. 27ഉം 20 കൂട്ടിയാൽ തന്നെ 47 ആവുള്ളൂ. പിന്നെയും ഒരു 20 കൂട്ടിക്കഴിഞ്ഞാലും 60 ആവുള്ളൂ അല്ലേ? 72 ആവണം. 72 ആവണമെങ്കിൽ 27ന്റെ കൂടെ എത്ര കൂട്ടണം? 45ഓളം കൂട്ടണം. അപ്പോൾ ഇതും ആൻസർ ആയിട്ട് വരില്ല. അടുത്ത സംഖ്യ 63 ആണ്. 63നെ തിരിച്ചിടുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഇവിടെ ഈ 63 എന്ന് പറയുന്ന ആദ്യത്തെ സംഖ്യയെക്കാളും പുതിയ സംഖ്യ 27 കൂടുതലാന്നാ പറഞ്ഞത്. പുതിയ സംഖ്യ ഇവിടെ ഏതാ? 36 ആണ് അല്ലേ? 36നേക്കാൾ ആദ്യത്തെ സംഖ്യയേക്കാൾ 36 ആണ് 27 കൂടുതൽ. അതായത് ആദ്യത്തെ സംഖ്യയോട് 27 കൂട്ടുമ്പോൾ 36 കിട്ടണം എന്നാണ്. ഇവിടെ 27 കൂട്ടണം. 63 എന്ന് പറയുന്ന വലിയ സംഖ്യ അല്ലേ? അപ്പോൾ 36 ചെറുതാണ്. സോ ഇതും വരില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് എടുക്കാം 36. 36നെ നമ്മൾ തലതിരിച്ചിടുമ്പോൾ 63. ഈ 36ന്റെ കൂട്ടത്തിൽ 27 കൂട്ടിയാൽ 63 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 36ന്റെ കൂടെ 27 കൂട്ടിയാൽ 63 കിട്ടുന്നുണ്ടല്ലോ. 6ഉം 7ഉം 13ന് 3, 1 ബാലൻസ്, 3 2 5 1 6, 63 കിട്ടുന്നുണ്ട്. സോ ആദ്യത്തെ സംഖ്യ അതിനെ തലതിരിച്ചിട്ടപ്പോൾ 63. ഈ രണ്ടാമത്തെ പുതിയ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയെക്കാളും 27 കൂടുതലാണ്. കണ്ടീഷൻ ശരിയാണല്ലോ. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ്. 36 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? തന്നിരിക്കുന്നത് എന്താ? ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ എന്ന് പറയുന്ന ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതൽ. അതായത് ആദ്യത്തെ സംഖ്യയോട് 27 കൂട്ടുമ്പോഴാണ് പുതിയ സംഖ്യ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയ്ക്കാണ് നൽകേണ്ടത്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണെന്ന് പറയുമ്പോൾ പുസ്തകം എന്നുള്ളതിന് ഞാൻ ബി എന്നെടുക്കുന്നുണ്ട്, ബുക്ക് എന്നുള്ളതിന്. ഇനി പേന എന്നുള്ളതിന് പി എടുക്കുന്നുണ്ട്. അപ്പോൾ ബുക്കിനും പേനയ്ക്കും കൂടി 26 രൂപ എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ വിലയും പേനയുടെ വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 26 എന്ന് കിട്ടും. ഇനി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. പേനയുടെ വില, പിയുടെ വില എന്ന് പറയുന്നത് പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണെന്ന് പറഞ്ഞാൽ എന്താ? ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 രൂപയാണ് എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 പുസ്തകവും
6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയ്ക്കാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ഇതൊന്നുകിൽ നമുക്കിതിനെ ഏതെങ്കിലും ഒരു സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ബിയും ഈ സംഭവം കൂടെ എന്താണ് പിയും പ്ലസും മൈനസും കൂടെ ക്യാൻസലായി പോകും. 2b = എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. ഇത് നോർമലി ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ടും ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ടും എടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 26 10 36 കിട്ടും. ഇവിടെ പ്ലസ് പി മൈനസ് പി രണ്ടും പ്ലസും മൈനസും ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. ബിയും കൂടെ കൂട്ടുമ്പോൾ 2b. ഇപ്പോൾ 2b = 36 കിട്ടും. അപ്പോൾ b = 36. ഈ രണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ /2 ആവും. സോ b = 18. ബി എന്ന് പറഞ്ഞാൽ എന്താ പുസ്തകത്തിൻ്റെ വില അല്ലേ. അപ്പോൾ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 18 കിട്ടി. നമുക്ക് തന്നിരിക്കുന്നത് എന്താ പുസ്തകത്തിനേക്കാളും 10 രൂപ കുറവാണ് പേനയ്ക്ക്. അപ്പോൾ ബി എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ പിയുടെ വില കാണാൻ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ബിയുടെ വില 18 ആണ്. അപ്പോൾ ബി പ്ലസ് പി = 26 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 18 + p = 26. അങ്ങനെയാണെങ്കിൽ പി കിട്ടാൻ എന്ത് ചെയ്താൽ മതി 26-ൽ നിന്നും ഈ 18 അങ്ങോട്ട് പോകുമ്പോൾ -18. 26-ന്ന് 18 പോയി കഴിഞ്ഞാൽ 8. അപ്പോൾ പിയുടെ വില 8, അതായത് പേനയുടെ വില 8 കിട്ടി, പുസ്തകത്തിൻ്റെ വില 18 കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾക്ക് എത്ര രൂപ നൽകണം. ഒരു പുസ്തകത്തിൻ്റെ വില 18. അപ്പോൾ 5 പുസ്തകത്തിന് 5 × 18 എത്ര കിട്ടും? 8 5 40 0 4 ശിഷ്ടം 1 5 5 4 9. അപ്പോൾ 90 എന്ന് കിട്ടും. പിന്നെ ഒരു പേനയ്ക്ക് നമുക്ക് 8 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 6 പേനയുടെ വില, അപ്പോൾ 6 × 8 എത്ര കിട്ടും? 48. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 90 + 48 138 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത്. ഒരു ചോദ്യം എന്തായിരുന്നു? പുസ്തകത്തിനും പേനയ്ക്കും കൂടിയുള്ള വില എന്ന് പറയുന്നത് 26 ആയിരുന്നു അല്ലേ. ഇപ്പോൾ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മളതിന് ബി എന്നെടുത്തു, പിന്നെ പേനയുടെ വില പി എന്നെടുത്തു, അതിന് രണ്ടിനും കൂടെ 26, അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26 എന്ന് കിട്ടും. എന്നിട്ട് പറഞ്ഞു പുസ്തകത്തിൻ്റെ വിലയേക്കാൾ 10 രൂപ കുറവാണ് പേനയ്ക്ക്, അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, ഈസി ആയിട്ടുള്ളതാണ്. 2 ഇക്വേഷൻ കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബിയും പോയിട്ട് പിയും ആണ് വരിക, പിയുടെ വില കണ്ടുപിടിക്കാം. കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പി പോയിട്ട് ബിയുടെ വില, ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ 1ഉം 2ഉം കൂടെ നമ്മൾ കൂട്ടി ഇക്വേഷൻ. അപ്പോൾ 26ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 36 എന്ന് വന്നു. ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട്. ഇവിടെ പ്ലസ് പിയും ഇവിടെ മൈനസ് പിയും ആണ്, രണ്ടും ക്യാൻസലായി പോവും. ഇവിടെ പ്ലസ് ബിയും ആണ്. അപ്പോൾ 2b കൂടെ കൂട്ടുമ്പോൾ എന്താ? 2b. ഇപ്പോൾ ബിയും കൂടെ കൂട്ടിയപ്പോൾ 2b. അപ്പോൾ 2b = 36 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? 36 ഇവിടെ ഉണ്ട്. ഇവിടെ × 2 അങ്ങോട്ട് പോകുമ്പോൾ /2. സോ നമ്മുടെ ആൻസർ ബി = 18. അതായത് പുസ്തകത്തിൻ്റെ വില നമുക്ക് 18 എന്ന് കിട്ടി. പുസ്തകത്തിൻ്റെ വില 18 കിട്ടിയാൽ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേനയുടെ വിലയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നതിൽ ബി പ്ലസ് പി = 26 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ബിയുടെ വില നമ്മൾ കണ്ടുപിടിച്ചു 18 പ്ലസ് പി = 26 എന്നായി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെ വിലയാണ്. അപ്പോൾ പീനെ ഇവിടെ തന്നെ നിർത്താം. ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട്, 26 ഇവിടെ തന്നെയുണ്ട്. ഈ പ്ലസ് 18 ഇങ്ങോട്ട് പോകുമ്പോൾ -18 ആയി. സോ പി = 26 18 പോയാൽ 8 എന്ന് കിട്ടി. 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പിയുടെ വില, അതായത് പേനയുടെ വില 8, പുസ്തകത്തിൻ്റെ വില എത്രയാ? 18. രണ്ടിൻ്റെയും വില നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 5 പുസ്തകവും 6 പേനയും വാങ്ങിക്കുന്ന ആൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു പുസ്തകത്തിൻ്റെ വില 18. അപ്പോൾ 5 പുസ്തകത്തിന് എത്ര കൊടുക്കണം? 5 × 18 എന്ന് പറയുന്നത് എത്രയാ? 90. ഒരു പേനയുടെ വില 8 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 പേനയ്ക്ക് 6 × 8 48 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടലായിട്ട് അയാൾ എത്ര രൂപ കൊടുക്കണം? 90 48 കൂടെ കൂട്ടുമ്പോൾ 138 രൂപ കൊടുക്കണം. മനസ്സിലായോ? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എന്താ? നമ്മുടെ ഓപ്ഷൻ സി ആണ്, 138. ഓക്കെ,
അപ്പോൾ ഇത്രയും പ്രോബ്ലംസേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്, ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷെ മാത്സ് ഒട്ടും അറിയാത്തവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബേസിക്സ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ബാക്കിയുള്ള മാത്സിൻ്റെ ടോപ്പിക്സും വഴിയെ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, ക്ലാസ് എടുക്കുന്ന രീതി മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്